ഹായ്, സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ നിൽക്കുന്നത് പാലയിലെ അൽഫോൺസ കോളേജിലാണ്. അവിടെ കുട്ടികളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അവർ നമുക്ക് എല്ലാം റെഡിയല്ലേ? ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാർന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാടുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത്. ഇപ്പതാ ഈ ഉച്ചവിരുന്നിനിടയിലോട്ട് കയറി വന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം, സന്തോഷം. സന്തോഷമുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BSc ഫിസിക്സ് സെക്കൻഡ് ഇയർ. നാട് എവിടെയാണ്? നീലൂര്, പാലടുത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡയലോഗ് എല്ലാം പഠിച്ചല്ലോ, മാർക്കണ്ട പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ. റെഡി, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് കിടന്നിരുന്ന കാലത്ത് പണ്ടാരോ വിളിച്ചു ചാർത്തി തന്ന ഉളുമ്പ് നാർന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ നട്ടുപിടിപ്പിച്ച ഏലക്കാത്തോട്ടത്തിന്റെ അടിവേര് വരെ ചികഞ്ഞ് ചാർത്തി ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ നട്ടുപിടിപ്പിച്ച ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചികഞ്ഞു നോക്കിയിട്ടാണ് കിരീടം വെച്ച് വാഴുന്ന ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. കിരീടം വെക്കാതെ താൻ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിൽ മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ നിന്ന് കയറി വന്നത്. ഇപ്പൊ ഈ ഉച്ചയിരുന്ന് വിളിക്കാതെ കയറി വന്നത്. സാറ് ഞെട്ടണ്ട, ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. അപ്പൊ നേരത്തെ നമ്മള് പാർവതി വന്നു ആക്ട് ചെയ്തിട്ട് പോയി. പാർവതി അസാധ്യ ഒരു സിംഗർ കൂടിയാണ്. നമുക്ക് പാർവതിയുടെ ഒരു പാട്ട് കേൾക്കാം. പാർവതി. സാഗരം മാറിലേറ്റും കതിരോൺ വീണെറിഞ്ഞു, കാതരെ നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ, കടല തൊടു നിറമാർന്നു നിൻ കവിളിലുമരുണിമ പോത്തുവോ, പ്രണയമുര സുലഭ മധുരമായി നവതി ഒഴുകും പാട്ടിൽ, ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയില്ലേ, എന്നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. താങ്ക് യു. സൂപ്പർ സൂപ്പർ, അടിപൊളി, നന്നായിരുന്നു. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നു അഡോണിയ. അഡോണിയ, എന്തൊക്കെയാണ് ചെറിയൊരു ദുഃഖം പോലെ ഫീൽ ചെയ്യുന്നത്? എന്ത് പറ്റി? ഡയലോഗ്സ് വലുതായിട്ട് പഠിച്ചൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഹാപ്പിയാ? ഇല്ല, എവിടെയാ? നാട് എവിടെയാണ്? കൊല്ലത്താണോ? ഞാൻ കൊല്ലത്താണ്. കൊല്ലത്ത് എവിടെയാ? ആയൂരാണ്. ഓക്കെ, ഡയലോഗ് പഠിച്ചല്ലോ കുറച്ചെങ്കിലും? ഇല്ലയോ? നോക്കാം എന്തായാലും നമുക്ക്. റെഡി, റെഡി, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ. പണ്ട് പൂഞ്ഞാർ കവല കവല കവല. ശരിയാവില്ല, എല്ലാം റെഡി ആവുമല്ലോ. പണ്ട് പൂഞ്ഞാർ കവലയുടെ നേരത്ത്. കവലയുടെ നേരത്തോ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? പണ്ട് പൂഞ്ഞാർ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമ്മാതിരി ഉളുമ്പ് നാർന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിൽ കൂടെ. ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഒരു കാര്യം ചെയ്യ്, എനിക്കിത് കണ്ടിട്ട് സങ്കടം വരുന്നത്. അവിടെ അതില് പോകാൻ വരട്ടെ. അപ്പർ റോളർ, ലോവർ റോളർ. നിർത്താതെ 3 പ്രാവശ്യം പറ. അപ്പർ റോൾ, ലോവർ അപ്പർ റോളർ. റോളർ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. അപ്പർ റോളർ, ലോവർ റോളർ. റോളർ, റോളർ. അപ്പർ ലോവർ, അപ്പർ റോളർ, ലോവർ
റോളർ. റോളർ. ആ അപ്പല്ലോ. ആ അപ്പം നേരം വിളിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേഴ്സ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ അല്ലേ? അല്ലെങ്കിൽ എനിക്ക് അൽഷിമേഴ്സ് വന്നാൽ മതിയായിരുന്നു, ഇതൊന്നും ഓർക്കണ്ടല്ലോ. പറഞ്ഞു കൊടുത്ത മോളെ. അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ, റോളർ, അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ ലോവർ. റോളർ. റോളർ. അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, റോളർ, ലോവർ റോളർ. ഒന്നും മനസ്സിലായിട്ടില്ല. ഇത്രയും സൗകര്യമുള്ള ഇയാൾ എന്തിനാ ഈ പേക്കൂത്തിന് ഇറങ്ങിയത്? ഇത് മനോഹരമായി ഇദ്ദേഹം പറയും. അയ്യോ എനിക്കറിയത്തില്ല. അപ്പർ ലോവർ, അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ 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 റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ. ഇത് പറയുന്ന ഒരാൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. വാ, രണ്ടുപേർക്ക് ചാൻസ് കൊടുക്കാം. അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ. ഓക്കെ, അടിപൊളി. ഇതിന് നല്ല ആർക്കെങ്കിലും പറയാമോ? ഒരു ചെറിയ പിടുത്തം വന്നായിരുന്നു, ആർക്കെങ്കിലും പറയാമോ? ഇയാളുടെ തലയിൽ എന്താണോ ചാണകമാണോ? ഞാൻ പറഞ്ഞു ഒന്നും ആസിയേക്ക് മനസ്സിലായില്ലേ? ഒരാൾക്കൂടെ ചാൻസ്, ഒരാൾക്ക് ചാൻസ് ഉണ്ട്. ഓടിയോ. അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ. അടുത്ത ആൾ വാ. അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, പോയി ഒരാൾക്ക് തരാൻ ചാൻസ്. കറക്റ്റ് ആയിട്ട്. വെരി ഗുഡ്. അങ്ങനെ അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ, അപ്പർ റോളർ, ലോവർ റോളർ. പൊന്നോ ഒടുക്കത്താ പിന്നെ. പോട്ടെ, ഒരാൾ ഇദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ആക്ട് ചെയ്തിട്ട് വെക്കും. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് പേരെന്തായിരുന്നു? തെരേസ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ കെമിസ്ട്രി സെക്കൻഡ് ഇയർ. നാടെവിടെ? പെരിങ്ങളം. ഓക്കെ, എന്നാ പറഞ്ഞു. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്ന കാലത്ത് ആരോ വിളിച്ച് ചാർത്തി തന്ന വിളിപ്പേര് ഉൾമതാറെന്ന ചീത്തപ്പേര്. ഒരു പണിയില്ലാണ്ട് ഇറങ്ങിക്കോളും കൊറേ എണ്ണം. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ച് ചാർത്തി തന്ന ഉൾമതാറുന്ന ചെല്ലപ്പേര് സഹിതം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് ഏലക്ക നട്ടുമുളപ്പിച്ച് അതിന്റെ അടിവേരൊക്കെ ഇളക്കി നോക്കിയിട്ട് വന്ന കിരീടം ഇല്ലാത്ത രാജാവ് ആകാൻ വേണ്ടിട്ട് കഥയൊക്കെ മാറ്റി വേറെ തലത്തിലെത്തിച്ച ആള്. ഇതാണ് എന്റെ വീട്ടിൽ വന്ന് കയറിയ മാലാഖ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ചെല്ലപ്പേര് സഹിതം പണ്ട് ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് നട്ടുമുളപ്പിച്ച് ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരകൾ ഇളക്കി നോക്കിയിട്ടാണ് താൻ കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ DJP ആയി വാഴാൻ വേണ്ടിയിട്ട് മലനിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. പിന്നെ ഈ ഉച്ച നേരത്ത് ഈ വരാന്തയിലേക്ക് കയറുന്നു. വിട്ടോ. ഓക്കെ, ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഏതാ നമ്മൾ പഠിക്കുന്നത്? ഞാൻ ഫിസിക്സ് നാട് വീട് ഏറ്റുമാനൂര് ആണോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഒന്ന് തുടങ്ങിയേക്കാം. റെഡി, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര നടന്നു. ഇപ്പോഴാ സംഗതി ക്ലിയർ ആയത്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചേർത്ത് തന്നിരുന്ന ഇമാതിരി ഉളുമ്പ് നാറിയ ചെല്ലപ്പേരുകളടക്കം അങ്ങ് ഹൈറേഞ്ചിലുള്ള നട്ടുപിടിപ്പിച്ച ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ അടക്കം ചികഞ്ഞ് നോക്കിയിട്ട് ഇതൊരൊറ്റ പീസ് കൂടെ ഉള്ളൂ. ഇവനോട് കഴിഞ്ഞ വംശനാശം. ചികഞ്ഞ് നോക്കിയിട്ട് താൻ കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ DAG കസരയിൽ മലർന്നിരിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഡൽഹിയിൽ നിന്ന് പണിക്കർ വന്നത്. ഇപ്പതാ ഈ ഉച്ചകണ്ട് നേരത്ത് ഇവിടെ കയറി വന്നതും. ഒരു മനോഹരമായ ഡാൻസ് നമുക്ക് കാണാം. ആരാണ് ആ ഡാൻസർ? ഗൗരിയുടെ മനോഹരമായ ഒരു ഡാൻസ്.
ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ ചാന്ത് തൊട്ടില്ലേ. ഗംഭീരമായിട്ട് തന്നെ കളിച്ചു, അതിലുപരി നല്ല എക്സ്പ്രസീവ് ആയിരുന്നു. താങ്ക് യു. നല്ലൊരു കൈ കൊടുക്കും. അൽഫിയ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഫിയാണ് ഇവിടെ ഒരുപാട് പേരെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു അല്ലേ? അങ്ങനൊന്നുമില്ല, കുറച്ച് പേര് അതിന് നല്ലൊരു കൈയടിയൊക്കെ കൊടുക്കുക, അതൊക്കെ ഒരു നല്ല എനർജി തിങ്സ് അല്ലേ? ഓക്കെ, ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ഞാൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഫൈനൽ ഇയർ. എവിടെ, നാട് എവിടെ? ചങ്ങനാശ്ശേരി. അപ്പൊ നമുക്കൊന്ന് ആക്ട് ചെയ്ത് നോക്കിയാലോ? നോക്കാം. ഓക്കെ, റെഡി, ആക്ഷൻ. അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്ത്. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര എരിഞ്ഞു നടന്നിരുന്ന കാലത്ത് അമ്മച്ചിയെ കയ്യിൽപോയി ആരോ ചാർത്തി തന്ന ഉളുമ്പ് മണമുള്ള ചെല്ലപ്പേരുകൾ അടക്കം ചെയ്തിരുന്ന ഹൈ റേഞ്ചിൽ. ഒരു കാര്യം ചെയ്യ്, നിനക്ക് വേറെ സംഭവം തരാം. എന്റെ വേട്ടക്കൊരു മകനെ നീ രക്ഷിച്ചു. ഒരു ലോട്ട് തരാം, ഇത് പിടിച്ചു. അത് ആരും കാണാതെ ആക്ട് ചെയ്ത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഇത് ആക്ട് ചെയ്ത് കാണിക്കണം, അൽഫിയ ഇത് ആക്ട് ചെയ്ത് കാണിക്കണം. ഇദ്ദേഹം പറയും, പിടിച്ചോ. എന്താ മോളുടെ പേര്? നന്ദന. നന്ദന. ഓക്കെ. അമ്പിളിമാമ. ചന്ദ്രൻ. വിരിഞ്ഞ്. ചന്ദ്രനധിക ദിക്കിൽ. അടിപൊളി, സൂപ്പർ സൂപ്പർ, വണ്ടർഫുൾ. ആക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരാൾ മിമിക്രി പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. വരൂ. യെസ് മോളെ, റെഡിയല്ലേ? റെഡിയാണ്. കാര്യമായിട്ട് എനിക്ക് അത്ര മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ പ്രകൃതിയിൽ നിന്നുള്ള ചില വോയിസുകൾ ഞാൻ ചെയ്യാം. വെരി ഗുഡ്. ഇതൊരു ചെറിയ പട്ടിക്കുട്ടിയുടെ വോയിസ് ആണ്. ഇനി ഒരു കുറച്ചുകൂടെ വലിയ ഡെപ്ത് ഉള്ള ഒരു പട്ടിയുടെ വോയിസ് ചെയ്യാം. ഇനി ഒരു കുറുക്കൻ ഓരി ഇടുന്ന സൗണ്ട് ചെയ്യാം. അടിപൊളി അടിപൊളി. ഇനി ഒരു അണ്ണൻ ചലക്കുന്ന വോയിസ് ചെയ്യാം. അണ്ണനോ? അണ്ണൻ അണ്ണൻ. അങ്ങനെ സത്യം പറയണം. കറക്റ്റാണ് കറക്റ്റാണ്. അടിപൊളി. ഇനി ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന ചെറിയ വോയിസ്. ഇത് ഞാൻ ട്രെയിൻ ചെയ്തല്ല, ജസ്റ്റ് ചുമ്മാ ഇപ്പൊ ചെയ്ത. ഓക്കേ, അതാണ് ഗട്ട്സ്. അടിപൊളി മോളെ. അയ്യോ മോനെ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ആര്യ, ഏത് ക്ലാസ്സിൽ ആര്യ പഠിക്കുന്നത്? ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ. നാട് എവിടെയാണ്? തൊടുപുഴ. തൊടുപുഴ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡി, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാത്തി തന്ന ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകളടക്കം അങ്ങ് ഹൈ റേഞ്ചിന്റെ തുഞ്ചത്ത് താൻ നട്ടു വളർത്തിയ ഏലക്കയുടെ അരിവേരുകളടക്കം ചികഞ്ഞു നോക്കിയിട്ട് തന്നെയാണ് കിരീടം വെക്കാതെ വാഴുന്ന ഈ കസേരയിലോട്ട് മലർന്നു കിടക്കാൻ ഡൽഹിയിൽ നിന്ന് അങ്ങ് പണിക്കറിങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോ ഈ ഉച്ചവിരുന്നിലോട്ട് ഇടയിലോട്ട് കയറി വന്നിരിക്കുന്നതും. ആശാനെ, അടുത്ത ബാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണ. എന്തൊക്കെയാണ് വിശേഷം? ഓക്കെ, അപ്പം നമ്മള് പൊളിച്ചെടുക്കാൻ പോവാണ്. ആക്ടിങ്ങിന്റെ പുതിയൊരു, അത് കുഴപ്പമില്ല, മറക്കുന്ന നമുക്ക് പറഞ്ഞുതരാം. ആക്ടിങ്ങിന്റെ പുതിയൊരു തലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ മാത്സ്. മാത്സ്. എവിടെ? നാട് എവിടെയാണ്? ഇടുക്കി. ഇടുക്കി. അടിപൊളി സ്ഥലമല്ലേ ഇടുക്കി? റെഡി, ആക്ഷൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരുന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തുന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകളടക്കം അങ്ങ് സ്വന്തം നാടിനെ പ്രൊമോട്ട് ചെയ്യുന്നു കേട്ടോ. ഹൈ റേഞ്ച് ആണല്ലോ അവിടെ അല്ലേ? ഹലോ, അവിടെ ആവശ്യത്തിന് തള്ളുണ്ട്, ഇനി കൂടുതൽ ഇങ്ങനെ തള്ളാൻ നിൽക്കണ്ട. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത്
ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകളടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് നട്ടുപിടിപ്പിച്ച ഏലക്ക തോട്ടത്തിന്റെ വേരുകളടക്കം ചികഞ്ഞെടുത്തിട്ടാണ് കിരീടം വെക്കാതെ വാഴുന്ന ഈ സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലേക്ക് മലർന്നിരിക്കാൻ പണിക്കർ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതോടൊപ്പം ഈ ഉച്ച ഊടിലേക്ക് കയറി വന്നത്. കൊള്ളാം, നന്നായി. യെസ്. അപ്പോൾ പാലായിലെ അൽഫോൺസ കോളേജിലെ ഈ കുട്ടികളെ വിട്ടുപോകാൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം അത്ര കഴിവുള്ള കുട്ടികളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. 2 എപ്പിസോഡുകളാണ് ഇവരെ വെച്ച് നമ്മൾ ചെയ്തത്. മനോഹരമായ എപ്പിസോഡുകളാണ്. ഇപ്പോഴും അവരുടെ എനർജി ഒട്ടും പോകാതെ തന്നെ നിൽക്കുകയാണ്. ഇനി വേണമെങ്കിൽ 3ാമത്തെ എപ്പിസോഡ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്ക് മറ്റൊരു കോളേജിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് വിട പറയുകയാണ്. വളരെ മനോഹരമായ എപ്പിസോഡാണ്. വളരെ ഫണ്ണായിരുന്നു. ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. ഇവർക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഒന്നുകൂടെ പറയാണ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ഓഫ് യു ആൻഡ് ഗുഡ് ബൈ.